ഏവർക്കും നമസ്കാരം. ഗ്രീൻ പി എസ് സിയുടെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആനന്ദ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഉപയോഗത്തിനനുസരിച്ചിട്ട് നമ്മുടെ ഇന്ത്യൻ കാറ്റിൽ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പാർട്ടായ മിൽച്ച് ബ്രീഡ് അഥവാ ഡയറി ബ്രീഡ് നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്യുവൽ പർപ്പസ് ബ്രീഡാണ്. ഇന്നത്തെ ക്ലാസ് മൊഡ്യൂൾ 2 ബ്രീഡ്സ് ഓഫ് ലൈഫ് സ്റ്റോക്കിലെ 5ാമത്തെ ക്ലാസ്സാണ്. ഓക്കെ, ഈ സ്ലൈഡ് ഒന്ന് ശ്രദ്ധിച്ച്. ഇത് നമ്മുടെ സിലബസ് ആണല്ലേ. നമുക്ക് പഠിക്കേണ്ട എല്ലാ ഡ്യുവൽ പർപ്പസ് ബ്രീഡിൻ്റെയും പേരുകൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഡയറി ബ്രീഡ് അല്ലെങ്കിൽ മിൽച്ച് ബ്രീഡ് വളരെ ഇമ്പോർട്ടൻ്റ് എന്നല്ലേ. നമ്മൾ ഡയറി ബ്രീഡ് അല്ലെങ്കിൽ മിൽച്ച് ബ്രീഡ് എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അത്രയും ഇമ്പോർട്ടൻ്റ് ആർക്കുണ്ട്? ഡ്യുവൽ പർപ്പസ് ബ്രീഡിനും ഉണ്ട്. അത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തു നിന്നും PSC മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ, ശ്രദ്ധിച്ചോളൂ. 2015 PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ദ ഗൈഡ് സവായ് ചാൽ ഈസ് പെക്യുലിയർ ടു ദ ബ്രീഡ്. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. ഓപ്ഷൻ എ സഹിവാൽ, ഓപ്ഷൻ ബി കാംഗ്രജ്, ഓപ്ഷൻ സി ഓങ്കോൾ, ഓപ്ഷൻ ഡി ദിയോണി. നമ്മൾ ഇപ്പം എപ്പോഴത്തും പോലെ തന്നെയാണ്, ഇപ്പോഴും ആൻസർ പറയില്ല. ഈ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് തന്നെ ഉറപ്പായിട്ട് ആൻസർ ചെയ്യാൻ കഴിയും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2015 PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഓൺ സിന്തറ്റിക് ബ്രീഡ് ഓഫ് കാറ്റിൽ. ഓപ്ഷൻ എ ശ്രദ്ധിച്ചോളൂ, ഹോൾസ്റ്റൈൻ ഫ്രീഷ്യൻ, ഓപ്ഷൻ ബി താർപാക്കർ, ഓപ്ഷൻ സി സഹിവാൽ, ഓപ്ഷൻ ഡി കരൻ ഫ്രീസ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2015 PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ലെയർ ഹോൺ ഗ്രേ കാറ്റിൽ ഗ്രൂപ്പീസ്. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. ഓപ്ഷൻ എ കാങ്കറസ് ആൻഡ് താർപാക്കർ, ഓപ്ഷൻ ബി ഓങ്കോൾ ആൻഡ് രതി, ഓപ്ഷൻ സി ഗിർ ആൻഡ് ദിയോണി, ഓപ്ഷൻ ഡി നിമാരി ആൻഡ് സഹിവാൽ. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2024 PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, നെയിം ദ കാറ്റിൽ ബ്രീഡ് വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് വൈറ്റ് സിന്ധി. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. ഓപ്ഷൻ എ താർപാക്കർ, ഓപ്ഷൻ ബി ഹരിയാന, ഓപ്ഷൻ സി ഓങ്കോൾ, ഓപ്ഷൻ ഡി കൃഷ്ണ വാലി. ഓക്കെ, ഈ സ്ലൈഡ് ഒന്ന് ശ്രദ്ധിച്ച്. ഡ്യുവൽ പർപ്പസ് ബ്രീഡിലെ ഫസ്റ്റ് ബ്രീഡാണ് ഏത്? ദിയോണി അല്ലേ. എന്താ പറയുന്നത് നോക്കാം. ബ്രീഡ് ഒറിജിനേറ്റഡ് ഫ്രം മരത്വാഡ റീജിയൻ ഓഫ് മഹാരാഷ്ട്ര ആൻഡ് ആൾസോ ഫൗണ്ട് ഇൻ കർണാടക ആൻഡ് വെസ്റ്റേൺ ആന്ധ്രാപ്രദേശ്. അപ്പോൾ ഇവിടെ ധോണിയുടെ ഒറിജിൻ എവിടെയാണ്? മഹാരാഷ്ട്രയിലെ മരത്വാഡ് എന്ന സ്ഥലത്താണ് അല്ലേ. പക്ഷെ നമ്മുടെ ടെക്സ്റ്റിൽ ധോണിയുടെ ഒറിജിൻ എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? ആന്ധ്രാപ്രദേശ് എന്നല്ലേ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച്, ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ധോണിയുടെ ഒറിജിൻ എവിടെയെന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ട ആൻസർ ഏതാണ്? ആന്ധ്രാപ്രദേശ് തന്നെ എഴുതണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ സ്ലൈഡിൽ ധോണിയുടെ ഒറിജിൻ വന്നിട്ട് മരത്വാഡ റീജിയൻ ഓഫ് മഹാരാഷ്ട്ര അല്ലേ കൊടുത്തിരിക്കുന്നത്? അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്, നമ്മൾ എല്ലാ സൈറ്റുകളും, അതായത് NDDBയുടെ സൈറ്റ് ഉൾപ്പെടെ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ ധോണിയുടെ ഒറിജിൻ വന്നിട്ട് മരത്വാഡ റീജിയൻ ഓഫ് മഹാരാഷ്ട്ര എന്നാണ് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്ലൈഡിൽ ധോണിയുടെ ഒറിജിൻ മരത്വാഡ റീജിയൻ ഓഫ് മഹാരാഷ്ട്ര എന്ന് മെൻഷൻ ചെയ്തത്. മനസ്സിലായോ? ഓക്കെ, അതുപോലെ ഈ ബ്രീഡ് എവിടെയൊക്കെ കാണപ്പെടുന്നുണ്ട്? കർണാടകയിലും അതുപോലെ തന്നെ വെസ്റ്റേൺ ആന്ധ്രാപ്രദേശിലും ഈ ബ്രീഡ് കണ്ടുവരാറുണ്ട്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അടുത്ത സെന്റൻസ് നോക്കാം. ദ ധോണി കാറ്റിൽ ബ്രീഡ് ഈസ് നെയ്മഡ് ആഫ്റ്റർ ദ ധോണി താലൂക്ക് ഇൻ ദ ലാത്തൂർ ഡിസ്ട്രിക്ട് ഓഫ് മഹാരാഷ്ട്ര. അതായത് മഹാരാഷ്ട്രയുടെ ലാത്തൂർ ജില്ലയിലെ ധോണി താലൂക്കിൻ്റെ പേരിൽ നിന്നാണ് ഈ ബ്രീഡിന് ധോണി എന്ന പേര് ലഭിച്ചത്. മനസ്സിലായോ? അടുത്ത സെന്റൻസ് നോക്കിയേ. ദ ബ്രീഡ് ഈസ് എ മിക്സർ ഓഫ് ഗീർ, ദാങ്കി ആൻഡ് ലോക്കൽ കാറ്റിൽ. അപ്പോൾ ഈ ബ്രീഡ് എന്ന് പറയുന്നത് ഗീർ, അതുപോലെ തന്നെ ഡാങ്കി, അതുപോലെ തന്നെ ലോക്കൽ കാറ്റിൽ, അതായത് പ്രാദേശിക കന്നുകാലികൾ എന്നിവയുടെ മിശ്രിതമാണ്. അതായത് ഗീറും അതുപോലെ തന്നെ ഡാങ്കിയും അതുപോലെ തന്നെ ലോക്കൽ കാറ്റിലും തമ്മിൽ ക്രോസ് ചെയ്തിട്ടാണ് ഈ ബ്രീഡ് എന്താണ് ഡെവലപ്പ് ചെയ്തെടുത്തത്. മനസ്സിലായോ? ഓക്കെ, നമ്മളിവിടെ ഒരു പുതിയ ബ്രീഡിൻ്റെ പേര് പറഞ്ഞല്ലേ, ഏതാണ്? ഡാങ്കി അല്ലേ. ഈ ഡാങ്കി എന്ന് പറയുന്നത് നാസിക്കിലും അതുപോലെ തന്നെ അഹമ്മദ് നഗറിലും അവിടുത്തെ ഹിൽ ട്രാക്റ്റിൽ കാണപ്പെടുന്ന ഒരു ഡ്രോഡ് ബ്രീഡാണ്. മനസ്സിലായോ? ഇത് ഞാൻ പറഞ്ഞു പോകാൻ കാരണം നമ്മുടെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനായിട്ട് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഇനി ഈ ബ്രീഡിനെ മറ്റേത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? ഡോങ്കരി എന്നും അതുപോലെ തന്നെ ഡൊങ്കാർപതി എന്നും അറിയപ്പെടുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, ഇതിൻ്റെ ക്യാരക്ടേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചേ. ഫസ്റ്റ് എന്താണ്? മീഡിയം സൈസ് ആനിമൽസ് ആണ് അല്ലേ, മീഡിയം സൈസാണ്. രണ്ടാമത്തെ ഏതാണ്? സ്ട്രെയിറ്റ് ബാക്ക് അല്ലേ.
മൂന്നാമത്തേതാണ് ഹെവി ഡിവലാപ്പ് അല്ലേ. നമ്മൾ പറഞ്ഞു ഇന്ത്യൻ കാറ്റിലിന് വെൽ ഡെവലപ്ഡ് ഡിവലാപ്പ് ഉണ്ട്. അപ്പോൾ ഈ ബ്രീഡിനും നല്ല ഹെവി ആയിട്ടുള്ള ഡിവലാപ്പ് ഉണ്ട്. ഇനി നാലാമത്തെ പോയിന്റ് നോക്കിയേ, പെൻഡുല ഷീത്ത് അല്ലേ, തൂങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള ഷീത്ത് ഈ ബ്രീഡിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, അഞ്ചാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദേ റിസംബിൾസ് ദ ഗിർ ബ്രീഡ് ബട്ട് ലെസ് പ്രൊനൗൺസ്ഡ് ഫോർഹെഡ്. ഈ ബ്രീഡ് കാണാൻ ഗിറിന് സമാനമായിട്ടുള്ള ബ്രീഡാണ്, പക്ഷേ ഇവിടെ എന്താണ്, ഇതിൻ്റെ ഫോർഹെഡ് വന്നിട്ട് ലെസ് പ്രൊനൗൺസ്ഡ് ആണ്. നമ്മൾ ഗീർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ബ്രോഡ് കോൺവെക്സ് ഫോർഹെഡ്, അതായത് പുറത്തേക്ക് നല്ല രീതിയിൽ ഉന്തി നിൽക്കുന്ന അല്ലെങ്കിൽ പ്രൊജക്റ്റ് നിൽക്കുന്ന നെറ്റിത്തടം ആരുടെ പ്രത്യേകതയാണ്, ഗീറിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു അല്ലേ. ഈ ആനിമൽസ് കാണാൻ ഗീറിനെ പോലെയാണ്, പക്ഷേ അതിൻ്റെ നെറ്റിത്തടം വന്നിട്ട് ഗീറിനെ പോലെ അത്ര പുറത്തേക്ക് പ്രൊജക്ഷൻ ഇല്ല. മനസ്സിലായോ? ഓക്കെ, ഇതിൻ്റെ കളറൊന്ന് ശ്രദ്ധിച്ചേ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓർ വൈറ്റ് വിത്ത് ഇറഗുലർ പാച്ചസ് ഓർ സ്പോട്ട്സ്. അതായത് ഒന്നുകിൽ വെള്ളയും കറുപ്പായിട്ട് കാണപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ വെള്ളയിൽ കറുപ്പിൻ്റെ പാച്ചസോ സ്പോട്ടോ കാണപ്പെടാറുണ്ട്. മനസ്സിലായോ? ഓക്കെ, ഇതിൻ്റെ മിൽക്ക് ഈൽഡ് ശ്രദ്ധിച്ച് എത്രയാണ്, 900 പെർ ലാക്ടേഷൻ അല്ലേ. അതായത് ഒരു ലാക്ടേഷൻ നമുക്കറിയാം എത്ര ദിവസം, 305 അല്ലേ. ആ 305 ദിവസത്തിൽ ദ്യോണി എത്ര പാല് തരും, 900 kg പാല് തരും. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ച്, ദേ ആർ മോഡറേറ്റ്ലി ഗുഡ് മിൽക്കേഴ്സ്, ബുള്ളോക്സ് ആർ സ്യൂട്ടഡ് ഫോർ ഹെവി വർക്ക്. അതായത് നമ്മുടെ ഈ ബ്രീഡിൻ്റെ കൗ വന്നിട്ട് നമുക്ക് അത്യാവശ്യം പാല് തരുന്നവയായിരിക്കും അല്ലേ. ഓക്കെ, ബുള്ളോക്സ് എങ്ങനെയാണ്, ബുള്ളോക്സ് വന്നിട്ട് ഹെവി വർക്കിന് അനുയോജ്യമാണ്. മനസ്സിലായോ? ഓക്കെ, നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതൊക്കെ പോയിന്റ് ഈ ദ്യോണി എന്ന് പറഞ്ഞ ബ്രീഡിൽ ഓർത്തിരിക്കണം? ഫസ്റ്റ് അതിൻ്റെ ഒറിജിൻ ഓർക്കണം അല്ലേ. ഏതാണ്, എവിടെയാണ് അതിൻ്റെ ഒറിജിൻ? മരത്വാഡ റീജിയൻ ഓഫ് മഹാരാഷ്ട്ര, മറന്നു പോകരുത്. ഓക്കെ, ഇനി ഓർക്കേണ്ട ഏതാണ്, ഇതിൻ്റെ നമ്മൾ പറഞ്ഞു 2 പേരുകളിൽ അറിയപ്പെടും എന്ന് പറഞ്ഞല്ലേ. ഏതൊക്കെയാണ് പേര്? ഡോങ്കരി, ഡൊങ്കാർപതി. മനസ്സിലായോ? ഇനി ക്യാരക്ടേഴ്സിൽ നമ്മൾ ഏത് ഓർക്കണം? ഒരേ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ, ദേ റിസംബിൾസ് ദ ഗിർ ബ്രീഡ് ബട്ട് ലെസ് പ്രൊനൗൺസ്ഡ് ഫോർഹെഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഓർക്കേണ്ട പോയിന്റ്, ഇതിൻ്റെ കളർ ഓർക്കണം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓർ വൈറ്റ് വിത്ത് ഇറഗുലർ പാച്ചസ് ഓർ സ്പോട്ട്. അതുപോലെ തന്നെ ഈ ബ്രീഡിൻ്റെ ലാക്ടേഷൻ നമ്മൾ ഓർത്തിരിക്കണം. എത്രയാണ് ലാക്ടേഷൻ? 900 kg പെർ ലാക്ടേഷൻ. ഇത്രയും പോയിന്റ് നമ്മൾ ദ്യോണിയിൽ ഓർത്തിരിക്കണം. മനസ്സിലായോ? ഓക്കെ, അടുത്ത് നോക്കിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡ്യുവൽ പർപ്പസ് ബ്രീഡാണ് ഇത്, കാങ്ക്രജ്. ഓക്കെ, ഒറിജിൻ ശ്രദ്ധിച്ച്, എവിടെയാണ് ഒറിജിൻ? ഗുജറാത്ത് അല്ലേ. എവിടെയാണ് കാങ്ക്രജിൻ്റെ ഒറിജിൻ? ഗുജറാത്ത്. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ച്, ആൾസോ നോൺ ആസ് വാഗഡ്, വഗാഡിയ, തലബാഡ, നഗർ, ബൊന്നാനി. ഓക്കെ, ഈ കാങ്ക്രജ് മറ്റ് ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്? വാഗഡ്, വഗാഡിയ, തലബാഡ, നഗർ, ബൊന്നാനി എന്നീ പേരുകൾ കൂടെ ഈ കാങ്ക്രജ് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അടുത്ത സെന്റൻസ് ശ്രദ്ധിച്ച്, ദ യുണീക് ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് റെസിസ്റ്റന്റ് ടു ടിക് ഫീവർ, ഹീറ്റ് സ്ട്രെസ്, വെരി ലിറ്റിൽ ഇൻസിഡൻറ്റ് ഓഫ് കണ്ടേജിയസ് അബോർഷൻ ആൻഡ് ട്യൂബർകുലോസിസ് മേക്ക് കാങ്ക്രജ് എ വെരി പോപ്പുലർ ബ്രീഡ്. നമ്മൾ ഈ കാങ്ക്രജിന് ഏതിനെതിരെയൊക്കെ പ്രതിരോധ ശക്തിയുണ്ട്? ഫസ്റ്റ് ടിക് ഫീവർ അല്ലേ, ചെള്ളുപനി. അതുപോലെ തന്നെ ഹീറ്റ് സ്ട്രെസ്, വെരി ലിറ്റിൽ ഇൻസിഡൻറ്റ് ഓഫ് കണ്ടേജിയസ് അബോർഷൻ, ഏതെങ്കിലും തരത്തിൽ അസുഖങ്ങൾ വന്നിട്ട് അബോർഷൻ നടക്കുന്നത്. പിന്നെ എന്താണ്, ട്യൂബർകുലോസ് അല്ലേ, ക്ഷയരോഗം എന്നിവയ്ക്കെതിരെ എന്താണ്, ഈ കാങ്ക്രജിന് പ്രതിരോധ ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ഈ കാങ്ക്രജിന് വളരെ ജനപ്രിയ ഇനമായിട്ട് കണക്കാക്കപ്പെടുന്നത്. മനസ്സിലായോ? ഓക്കെ, അടുത്ത് ശ്രദ്ധിച്ചോളൂ, കാങ്ക്രജ് ഈസ് ഫേമസ്ലി നോൺ ആസ് ഗുസറ ഓർ ഗുജററ്റ് ഇൻ ബ്രസീൽ. ബ്രസീലിൽ ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത് കാങ്ക്രജ്? ഗുസേറ ഓർ ഗുജററ്റ്. ഓക്കെ, ഫ്രം അബൌട്ട് 1870 ഓൺവേർഡ്സ് കാങ്ക്രജ് ബുൾ ആൻഡ് കൗ വെയർ എക്സ്പോർട്ട് ടു ബ്രസീൽ. അപ്പോൾ ബ്രസീലിലേക്ക് 1870 കാലയളവിൽ അല്ലെങ്കിൽ 1870 നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കാങ്ക്രജ് ബുള്ളിനെയും കൗവിനെയും അവിടേക്ക് എക്സ്പോർട്ട് ചെയ്തു. ഓക്കെ, വെയർ ദേ വെയർ യൂസ് ടു ക്രിയേറ്റ് ദ ഗുസേറ ബ്രീഡ്. അതായത് 1870 കാലയളവിൽ നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് കാങ്ക്രജ് ബുള്ളിനെയും കൗവിനെയും എവിടെ കൊണ്ടുപോയി? ബ്രസീലിലേക്ക് കൊണ്ടുപോയി. അവിടെ വച്ചിട്ട് അവയെ ക്രോസ് ചെയ്തിട്ട് ഗുസറ എന്ന് പറയുന്ന ബ്രീഡ് ഡെവലപ്പ് ചെയ്തെടുത്തു. മനസ്സിലായോ?
അടുത്ത് നോക്കിയേ, ദ ഗുസേറ ഓർ ഗുസററ്റ് വാസ് വൺ ഓഫ് ദ പ്രിൻസിപ്പൽ ബ്രീഡ് ഫ്രം വിച്ച് ദ അമേരിക്കൻ ബ്രഹ്മൻ ഡെവലപ്ഡ് ഇൻ ദ 20th സെഞ്ച്വറി. അതായത് നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രഹ്മനെ കുറിച്ച് അല്ലേ. എന്താണ്, നോർത്ത് അമേരിക്കയിൽ കാണപ്പെടുന്ന ഒരു സെബുവൻ ബീഫ് ബ്രീഡാണ് ബ്രഹ്മൻ അല്ലേ. നമ്മൾ പറഞ്ഞു ആ ബ്രഹ്മൻ ഡെവലപ്മെൻറ്റിന് ഇന്ത്യയിൽ നിന്ന് 2 കാറ്റിൽ ബ്രീഡ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ്, ഗീറും അതുപോലെ തന്നെ നെല്ലൂറും അല്ലേ. അതുപോലെ തന്നെ പ്രധാന പങ്ക് വഹിച്ച ഒരു കാറ്റിൽ ഇനമാണ് ഏത്, ഗുസാറ അല്ലെങ്കിൽ ഗുസററ്റ്. മനസ്സിലായോ? ഓക്കെ, അടുത്ത് ഇതിൻ്റെ ക്യാരക്ടേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചേടേ. നമ്മൾ ഡയറി ബ്രീഡ് പഠിച്ചപ്പോൾ ഗീർ എന്ന് പറയുന്ന ഡയറി ബ്രീഡിന് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ. അതുപോലെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ഉള്ള ഡ്യുവൽ പർപ്പസ് ബ്രീഡാണ് ഏത്, കാംഗ്രസ്. ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് നോക്കിയേ, ബ്രോഡ് ഫോർഹെഡ് സ്ലൈറ്റ്ലി ഡിഷ്ഡ് ഇൻ ദ സെൻറ്റർ. അതായത് വിശാലമായ നെറ്റിത്തടം, അതിലൊത്ത നടുക്കായിട്ട് ഒരു കുഴു അല്ലെങ്കിൽ ഷാളോ ഡിഷ് പോലെ, അതായത് അകത്തേക്ക് വളഞ്ഞ രീതിയിലുള്ള നെറ്റിത്തടം ആർക്കുണ്ട്, കാംഗ്രജിനുണ്ട്. രണ്ടാമത് നോക്കിയേ, ഹോൺസ് ആർ തിക്ക് ക്യാരക്ടറിസ്റ്റിക്കലി ലെയർ ഷേപ്പ്ഡ്, ക്രൗൺ ഷേപ്പ്ഡ്, ക്രസൻറ്റ് ഷേപ്പ്ഡ്. അതായത് ഹോൺസ് വന്നിട്ട് എങ്ങനെയാണ്, നല്ല കട്ടിയുള്ളതാണ്. ഏതൊക്കെ ഷേപ്പിൽ കാണപ്പെടുന്നുണ്ട്, ലെയർ ഷേപ്പ് അല്ലേ, ഏകദേശം യു ഷേപ്പിന് സമാനമായിട്ട്. ഇനി ക്രൗൺ ഷേപ്പ്ഡ്, കിരീടം വച്ചതുപോലെ അല്ലേ. ഇനി ക്രസൻറ്റ് ഷേപ്പിലും കാണപ്പെടുന്നുണ്ട്. മനസ്സിലായോ? ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. മൂന്നാമത് നോക്കിയേ, ദ ഗൈറ്റ് ഈസ് പെക്യുലിയർ ടു ദ ബ്രീഡ് ആൻഡ് ഈസ് കോൾഡ് ഓൺ ക്വാർട്ടർ പേസ് ഓർ സവായിച്ചാൽ. ഇതിൻ്റെ നടത്തത്തിനൊരു പ്രത്യേകത, രാജകീയമായിട്ടുള്ള നടത്തമാണ്. അതിനെ വിളിക്കുന്ന പേരെന്താണ്, ഓൺ ക്വാർട്ടർ പേസ് അല്ലെങ്കിൽ സവായിച്ചാൽ. മറന്നു പോകരുത്, എക്സാമിന് ചോദിക്കാൻ വളരെ സാധ്യതയുള്ളൊരു പോയിൻ്റാണ് സവായിച്ചാൽ. ഓക്കെ, നാലാമത്തെ പോയിന്റ് ശ്രദ്ധിച്ച്, ദ മസിൽ ഈസ് ബ്ലാക്ക്. എന്താണ് മസിൽ? നമുക്കറിയാം അല്ലേ, അപ്പർ ലിപ്പിൽ നോസ്റ്റിലിന് താഴെ കാണപ്പെടുന്ന ആ ബ്ലാക്ക് പോർഷനെ നമ്മൾ എന്ത് വിളിക്കുന്നു, മസിൽ എന്ന് വിളിക്കുന്നു അല്ലേ. ഈ ആനിമലിന്, അതായത് കാംഗ്രജിൻ്റെ മസിൽ എന്താണ്, കറുത്ത കളറിൽ കാണപ്പെടുന്നുണ്ട്. അത്ര വലിയ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അല്ല. ഓക്കെ, ഇനി കളർ ശ്രദ്ധിച്ചോളൂ, സിൽവർ ഗ്രേ ടു അയൺ ഗ്രേ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ പറയുക, പ്രീവിയസ് ക്വസ്റ്റ്യനിൽ വന്നതാണ്. എന്താണ്, ലെയർ ഹോൺ ഗ്രേ കാറ്റിൽ ഗ്രൂപ്പ്. ഓർമ്മയുണ്ടോ ക്വസ്റ്റ്യൻ? അപ്പോൾ അതിൽ എന്താണ്, ഹോണിനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട്, കളറും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കളറും ഇമ്പോർട്ടൻ്റ് ആണ്, സിൽവർ ഗ്രേ ടു അയൺ ഗ്രേ. ഓക്കെ, ഇതിൻ്റെ ലാക്ടേഷൻ നോക്കിയേ, 1300 kg. അതായത് ഒരു ലാക്ടേഷനിൽ 305 ദിവസത്തിൽ എത്ര പാല് തരും, 1300 kg പാല് ആര് തരും, കാംഗ്രസ് തരും. മനസ്സിലായോ? ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ഒരു കാരണവശാലും നമ്മൾ മറക്കാൻ പാടില്ല. ഹെവിയസ്റ്റ് ഓഫ് ഇന്ത്യൻ കാറ്റിൽ ബ്രീഡ്സ്, അതായത് നമ്മുടെ ഇന്ത്യൻ കാറ്റിൽ ബ്രീഡ്സിൽ ഏറ്റവും ഹെവിയസ്റ്റ് ആരാണ്, കാംഗ്രജ് ആണ്. ഏകദേശം 500 അതിന് മുകളിലോ ഭാരം ആർക്കുണ്ട്, കാംഗ്രജിനുണ്ട്. രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിച്ച്, ലാർജസ്റ്റ് ഓഫ് ഇന്ത്യൻ കാറ്റിൽ ബ്രീഡ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കാറ്റിൽ ബ്രീഡിൽ ലാർജസ്റ്റും ആരാണ്, കാംഗ്രസ് തന്നെയാണ് അല്ലേ. അടുത്ത മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, മോസ്റ്റ് പവർഫുൾ ബ്രീഡ് എമംഗ് ഇന്ത്യൻ കാറ്റിൽ. അപ്പോൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ബ്രീഡും ആരാണ്, കാംഗ്രസ് തന്നെയാണ് അല്ലേ. ഇനി നാലാമത്തെ പോയിന്റ് നോക്കിയേ, ദേ ആർ ഗുഡ് ഡ്രോട്ട് ആനിമൽ വിത്ത് എക്സലൻറ്റ് സ്പീഡ്. അതായത് എക്സലൻറ്റ് സ്പീഡുള്ള നല്ല ഡ്രോട്ട് ആനിമലാണ് ആര്, കാംഗ്രസ്. അപ്പോൾ നമ്മൾ ഈ പോയിന്റുകളൊന്നും മറക്കാൻ പാടില്ല. മനസ്സിലായോ? ഹെവിയസ്റ്റ് ആണ്, ലാർജസ്റ്റ് ആണ്, അതുപോലെ തന്നെ മോസ്റ്റ് പവർഫുൾ ബ്രീഡാണ്. ഒരു കാരണവശാലും മറന്നു പോകരുത്. ഓക്കെ, നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഏതൊക്കെ പോയിന്റ് കാംഗ്രസ് നമ്മൾ ഓർത്തിരിക്കണം? ഫസ്റ്റ് അതിൻ്റെ ഒറിജിൻ ഓർക്കണം അല്ലേ. എവിടെയാണ് ഒറിജിൻ? ഗുജറാത്ത് അല്ലേ. ഒരു കാരണവശാലും മറന്നു പോകരുത്. എവിടെയാണ് ഒറിജിൻ? ഗുജറാത്ത്. ഇനി ഏതൊക്കെ പേരിൽ കാംഗ്രസ് അറിയപ്പെടും? വാഗഡ്, വഗാഡിയ, തലബാഡ, നഗർ ആൻഡ് ബൊന്നായി എന്ന പേരുകളിൽ കാംഗ്രസ് അറിയപ്പെടുന്നുണ്ട്. ഇനി നമ്മൾ ഏത് പോയിന്റാണ് ഓർക്കേണ്ടത്? ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ ഓർത്തിരിക്കാം. ജസ്റ്റ് നമ്മുടെ ബ്രസീലിൽ ഗുസേറ ഓർ ഗുസററ്റ് എന്ന പേരിൽ കാംഗ്രസ് അറിയപ്പെടുന്നുണ്ട്. ഇനി എന്താ ഓർക്കേണ്ടത്? നമ്മളതിൻ്റെ ക്യാരക്ടേഴ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം ഓർത്തിരിക്കണം. ഏതൊക്കെയാണ്? ബ്രോഡ് ഫോർഹെഡ്, സ്ലൈറ്റ്ലി ഡിഷ്ഡ് ഇൻ ദ സെൻറ്റർ, ഓർത്തിരിക്കണം. ഇനി നമ്മൾ ഹോൺസ് ആർ തിക്ക് ക്യാരക്ടറിസ്റ്റിക്കലി ലെയർ ഷേപ്പ്ഡ്, ക്രൗൺ ഷേപ്പ്ഡ്, ക്രസൻറ്റ് ഷേപ്പ്ഡ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത മൂന്നാമത്തെ ഏതാണ്? ദ ഗൈറ്റ് ഈസ് പെക്യുലിയർ ടു ദ ബ്രീഡ് ആൻഡ് ഈസ് കോൾഡ് ഓൺ ക്വാർട്ടർ പേസ് ഓർ സവായിച്ചാൽ. ഇനി നമ്മൾ അതിൻ്റെ കളർ ഓർത്തിരിക്കണം, സിൽവർ ഗ്രേ ടു അയൺ ഗ്രേ. ലാക്ടേഷനും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്രയാണ്? 1300 kg.
ഇനി നമ്മൾ ഏത് പോയിന്റാണ് ഓർക്കേണ്ടത്? ഹെവിയസ്റ്റ് ഓഫ് ഇന്ത്യൻ കാറ്റിൽ ബ്രീഡ്, ലാർജസ്റ്റ് ഓഫ് ഇന്ത്യൻ കാറ്റിൽ ബ്രീഡ്, മോസ്റ്റ് പവർഫുൾ ബ്രീഡ് എമംഗ് ഇന്ത്യൻ കാറ്റിൽ ബ്രീഡ്, അതുപോലെ തന്നെ ദേ ആർ ഗുഡ് ഡ്രോട്ട് ആനിമൽസ് വിത്ത് എക്സലൻറ്റ് സ്പീഡ്. ഇത്രയും പോയിന്റുകൾ നമ്മൾ കാങ്ക്രജിൽ ഓർത്തിരിക്കണം. എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത് ശ്രദ്ധിച്ച് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഡ്യുവൽ പർപ്പസ് ബ്രീഡാണ് ഇത് ഹരിയാന അല്ലേ. ഒറിജിൻ എവിടെയാടേ? ഹരിയാന തന്നെയല്ലേ. അതായത് ബ്രീഡിൻ്റെ പേര് പോലെ തന്നെയാണ് അതിൻ്റെ ഒറിജിൻ എവിടെയാണ്? ഹരിയാന, മറന്നു പോകരുത്. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ച്, ഹരിയാന ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രോമിനൻറ്റ് ഡ്യുവൽ പർപ്പസ് കാറ്റിൽ ബ്രീഡ് ഓഫ് ഇൻഡോ ഗംഗാറ്റിക് പ്ലെയിൻ. അതായത് സിന്ധു ഗംഗാ സമതലത്തിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു ഡ്യുവൽ പർപ്പസ് ബ്രീഡാണ് ഇത് ഹരിയാന. മനസ്സിലായോ? ഓക്കെ, അടുത്ത സെൻറ്റൻസ് ശ്രദ്ധിച്ചോളൂ. ദ ബ്രീഡ് വാസ് ഏർലിയർ നോൺ ആസ് ഹിസാർ ഓർ ഹാൻസി. അതായത് ഈ ബ്രീഡ് മുൻപ് ഹിസാർ എന്നും അതുപോലെ തന്നെ ഹാൻസിം എന്നും അറിയപ്പെട്ടിരുന്നു. ഏതൊക്കെ പേരിലാണ് അറിയപ്പെട്ടത്? മുൻപ് ഹിസാർ എന്നും ഹാൻസി എന്നും മുൻപ് അറിയപ്പെട്ടിരുന്നു. മനസ്സിലായോ? ഓക്കെ, ഇതിൻ്റെ ക്യാരക്ടേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചേ. ഫസ്റ്റ് നോക്കിയേ, ലോങ് ആൻഡ് നാരോ ഫേസ് അല്ലേ. നീളമുള്ളതും കൂർത്തിരിക്കുന്നതുമായിട്ടുള്ള ഫേസാണ് ആർക്കുള്ളത്? ഹരിയാനയ്ക്കുള്ളത് അല്ലേ. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, ഫ്ലാറ്റ് ഫോർഹെഡ് അല്ലേ. പരന്ന ഫോർഹെഡ്, നെറ്റിത്തടമാണ് ആർക്കുള്ളത്? ഹരിയാനയ്ക്കുള്ളത്. മൂന്നാമത് നോക്കിയാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എ വെൽ മാർക്ക്ഡ് ബോണി പ്രോമിനൻസ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ പോൾ. എന്താണ് പോള്? നമുക്കറിയാം അല്ലേ, റൈസ്ഡ് റീജിയൻ ബിറ്റ്വീൻ ടു ഹോൺസ്, രണ്ട് ഹോണുകൾക്കിടയിൽ ആ പ്രൊജക്റ്റ് നിൽക്കുന്ന ഭാഗത്തിനാണ് നമ്മൾ പോൾ എന്ന് വിളിക്കുന്നത് അല്ലേ. ഇതിന് കുറച്ചുകൂടെ പ്രോമിനൻസ്, കുറച്ചുകൂടെ ആ പോളെന്ന് പറയുന്ന ഭാഗത്ത് കുറച്ചുകൂടെ എന്താണ്, പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽപ്പുണ്ട്. മനസ്സിലായോ? നാലാമത്തെ പോയിന്റ് നോക്കിയേ, ഇയേഴ്സ് ആർ സ്മോൾ സ്ലൈറ്റ്ലി പെൻഡുലസ്. ചെവികൾ വന്നിട്ട് ചെറുതുമാണ്, എന്നാൽ ചെറിയ രീതിയിൽ താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന രീതിയിലാണ് കാണപ്പെടുന്നത്. അഞ്ചാമത് നോക്കിയേ, സ്റ്റംബി ഹോൺസ് അല്ലേ. കുറ്റി അടിച്ചതുപോലത്തുള്ള ഹോണാണ് ആർക്കുള്ളത്? ഹരിയാനയ്ക്ക്. അതായത് നമ്മൾ കന്നുകാലികളല്ലേ പാടത്തോ പറമ്പത്തോ കെട്ടിയിടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറ്റി അടിക്കാറില്ലേ, അതുപോലെ കുറ്റി അടിച്ച രീതിയിലുള്ള ഹോണാണ് ആർക്കുള്ളത്? ഹരിയാനയ്ക്കുള്ളത്. ഓക്കെ, അടുത്ത പോയിന്റ് ശ്രദ്ധിച്ച്, തിൻ ടെയിൽ വിത്ത് ബ്ലാക്ക് സ്വിച്ച് അല്ലേ. അതായത് വാല് വന്നിട്ട് കട്ടി കുറഞ്ഞതും അതുപോലെ തന്നെ എന്താണ്, അതിൻ്റെ സ്വിച്ച് വന്നിട്ട് എന്താണ്, കറുത്ത കളറിലുമാണ് കാണപ്പെടുന്നത്. ഏഴാമത് നോക്കി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നേവൽ ഫ്ലാപ്പ് ഈസ് ആബ്സെൻറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോരുത്. നേവൽ ഫ്ലാപ്പ് അറിയാലോ, അത് ഈ ബ്രീഡിന് ആബ്സെൻ്റ് ആണ്. അടുത്ത് നോക്കിയേ, ഇതിൻ്റെ കളർ നോക്കിയേ, വൈറ്റ് ഓർ ലൈറ്റ് ഗ്രേ. കളർ എന്താണ്? വൈറ്റ് ഓർ ലൈറ്റ് ഗ്രേ. മിൽക്ക് ഈൽഡ് നമ്മൾ ഉറപ്പായും ഓർത്തിരിക്കണം. എത്രയാണ്? 1400 kg പെർ ലാക്ടേഷൻ. അതായത് 305 ദിവസത്തിൽ 1400 kg പാല് ആര് തരും? ഹരിയാന തരും. അപ്പം നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഏതൊക്കെ പോയിന്റ് ഹരിയാനയിൽ നിന്ന് ഓർത്തിരിക്കണം? ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഒറിജിൻ ഓർക്കണം. എവിടെയാണ്? ഹരിയാന അല്ലേ, മറന്നു പോകരുത്. ഇനി നമ്മൾ അതിൻ്റെ ക്യാരക്ടേഴ്സിൽ ഏതൊക്കെ ഓർക്കണം? ഒന്ന്, എ വെൽ മാർക്ക്ഡ് ബോഡി പ്രോമിനൻസ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ പോൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സ്റ്റംബി ഹോൺസ്, അതുപോലെ നേവൽ ഫ്ലാപ്പ് ഈസ് ആബ്സെൻറ്റ്. ഇത്രയും പോയിന്റ് നമ്മൾ ക്യാരക്ടേഴ്സിൽ ഓർത്തിരിക്കണം. ഇനി ഓർക്കേണ്ടത് ലാക്ടേഷൻ ഓർക്കണം അല്ലേ. എത്രയാണ് അതിൻ്റെ ലാക്ടേഷൻ? 1400 kg പെർ ലാക്ടേഷൻ. ഇത്രയും പോയിന്റ് നമ്മൾ ഹരിയാനയിൽ ഓർത്തിരിക്കണം. ഓക്കെ, അടുത്ത് ശ്രദ്ധിച്ച്, മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഡ്യുവൽ പർപ്പസ് ബ്രീഡാണ് ഇത് താർപ്പാക്കർ അല്ലേ. എവിടെയാണ് ഒറിജിൻ? താർപ്പാക്കർ ഡിസ്ട്രിക്ട്, പാകിസ്ഥാൻ. എവിടെയാണ് ഒറിജിൻ? താർപ്പാക്കർ ഡിസ്ട്രിക്ട്, പാകിസ്ഥാൻ. മറന്നു പോകരുത്. അടുത്ത പോയിന്റ് നോക്കിയേ, ഓൾസോ നോൺ ആസ് വൈറ്റ് സിന്ധി, താരി, ഗ്രേ സിന്ധി. അപ്പോൾ താർപ്പാക്കർ മറ്റേതൊക്കെ പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്? വൈറ്റ് സിന്ധി എന്നും ഗ്രേ സിന്ധി എന്നും താരി എന്നും അറിയപ്പെടുന്നുണ്ട്. അടുത്ത് നോക്കിയേ, താർപ്പാക്കർ നെയ്മഡ് ആഫ്റ്റർ ദ താർ ഡെസേർട്ട് ഇൻ രാജസ്ഥാൻ. ഈ താർപ്പാക്കർ എങ്ങനെയാണ് പേര് വന്നത്? നമ്മുടെ രാജസ്ഥാനിലെ താർ മരുഭൂമിയിൽ നിന്നാണ് ഈ ബ്രീഡിന് താർപ്പാക്കർ എന്ന പേര് ലഭിച്ചത്. അടുത്ത് നോക്കിയേ, ഡ്യൂ ടു ദ ബെറ്റർ ഹീറ്റ് ടോളറൻസ് ആൻഡ് ഡിസീസ് റെസിസ്റ്റൻസ് ദിസ് ബ്രീഡ് വാസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസിങ് കരൺ ഫ്രീസ് ബ്രീഡ്, എ സിന്തറ്റിക് ക്രോസ് ബ്രീഡ് കാറ്റിൽ ബൈ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതായത് ഈ താർപ്പാക്കറിന് ബെറ്റർ ഹീറ്റ് ടോളറൻസും അതുപോലെ തന്നെ എന്താണ്, ഡിസീസ് റെസിസ്റ്റൻ്റ് ഉള്ളത് കൊണ്ട് ഈ ബ്രീഡിനെ ഉപയോഗിച്ച നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ്, ഒരു സിന്തറ്റിക് ബ്രീഡായ കരൺ ഫ്രീഡ്സിനെ ഡെവലപ്പ് ചെയ്തെടുത്തു. മനസ്സിലായോ?
ഓക്കെ, അടുത്ത ഈ ബ്രീഡിൻ്റെ ക്യാരക്ടേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചേ. ഫസ്റ്റ് നോക്കിയേ, മീഡിയം സൈസ്ഡ് ബട്ട് സ്റ്റോക്കി ആനിമൽസ് അല്ലേ. ആനിമൽസ് വന്നിട്ട് മീഡിയം സൈസാണ്, പക്ഷേ അല്പം തടിയുള്ളവയായിരിക്കും. രണ്ടാമത് നോക്കിയേ, ബ്രോഡ് ഫോർഹെഡ്, അതായത് വളരെ വിശാലമായിട്ടുള്ള നെറ്റിത്തടം ഈ ബ്രീഡിൻ്റെ പ്രത്യേകതയാണ്. മൂന്നാമത് നോക്കിയ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ഹോൺസ് ഇമേഴ്സ് ലാറ്ററലി ഇൻ ദ സെയിം ലൈൻ ആസ് ദാറ്റ് ഓഫ് ദ പോൾ വിത്ത് ദ ബ്ലെൻഡ് പോയിന്റ്. അതായത് ഹോൺസ് വന്നിട്ട് പോളിന് സമാനമായിട്ട് രണ്ട് വശങ്ങളിലേക്കാണ് വളരുന്നത്. അതുപോലെ തന്നെ ഹോണിൻ്റെ ടിപ്പ് വന്നിട്ട് എൻഡ് ചെയ്യുന്നത് ഷാർപ്പായിട്ടല്ല, എന്താണ്, ബ്ലെൻഡ് ആയിട്ടാണ് എൻഡ് ചെയ്യുന്നത്. മനസ്സിലായോ? നാലാമത് നോക്കിയേ, തിൻ ടെയിൽ വിത്ത് ബ്ലാക്ക് സ്വിച്ച്, വാലെങ്ങനെയായിരിക്കും, കട്ടി കുറഞ്ഞതും അതുകൊണ്ട് സ്വിച്ച് വന്നിട്ട് കറുത്ത കളറിലുമാണ് കാണപ്പെടുന്നത്. ഇനി ഈ ആനിമലിൻ്റെ കളർ നോക്കിയാൽ വൈറ്റ് ഓർ ഗ്രേ അല്ലേ, അതുകൊണ്ടാണ് ഇതിനെ വൈറ്റ് സിന്ധി എന്നും ഗ്രേ സിന്ധി എന്നും അറിയപ്പെടുന്നത്. ഇതിൻ്റെ മിൽക്ക് ഈൽഡ് ശ്രദ്ധിച്ച് 1300 kg പെർ ലാക്ടേഷൻ. അതായത് ഒരു ലാക്ടേഷൻ നമുക്കറിയാം 305 ദിവസം. ആ 305 ദിവസത്തിൽ എത്ര പാല് തരും താർപ്പാക്കർ? 1300 kg പാല് തരും. മനസ്സിലായോ? നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതൊക്കെ പോയിന്റ് താർപ്പാക്കറിൽ നിന്ന് ഓർക്കണം നമുക്ക് നോക്കാം. ഫസ്റ്റ് അതിൻ്റെ ഒറിജിൻ ഓർക്കണം അല്ലേ, താർപ്പാക്കർ ഡിസ്ട്രിക്ട് പാകിസ്ഥാൻ. ഇനി ഓർക്കേണ്ട ഏത് പോയിന്റാണ്? ഓൾസോ നോൺ ആസ് വൈറ്റ് സിന്ധി, താരി, ഗ്രേ സിന്ധി. അതുപോലെ തന്നെ ഒരു എന്താണ്, കരൺ ഫ്രീസ്, കണ്ട ഒരു സിന്തറ്റിക് ബ്രീഡാണ് കരൺ ഫ്രീസ്. ഇത് നമ്മൾ ഓർത്തിരിക്കണം. ഇനി ക്യാരക്ടേഴ്സ് നമ്മൾ ഏതൊക്കെ ഓർക്കണം? മീഡിയം സൈസ്ഡ് ബട്ട് സ്റ്റോക്കി ആനിമൽസ്. അതുപോലെ തന്നെ ഹോൺസ് ഇമേഴ്സ് ലാറ്ററലി ഇൻ ദ സെയിം ലൈൻ ആസ് ദാറ്റ് ഓഫ് ദ പോൾ വിത്ത് ദ ബ്ലെൻഡ് പോയിന്റ്. ഇനി നമ്മൾ ഓർക്കേണ്ടത് അതിൻ്റെ ലാക്ടേഷൻ 1300 kg അല്ലേ. താർപ്പാക്കറിൻ്റെ ലാക്ടേഷൻ എത്രയാണ്? 1300 kg പെർ ലാക്ടേഷൻ. ഇത്രയും പോയിന്റുകൾ നമ്മൾ താർപ്പാക്കറിൽ നിന്നും ഓർത്തിരിക്കണം. ഓക്കെ, അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്യുവൽ പർപ്പസ് ബ്രീഡാണ് ഏത്? ഓങ്കോൾ അല്ലേ. ഓങ്കോൾ ഈസ് എ ഫേമസ് ഡ്യുവൽ പർപ്പസ് ബ്രീഡ് ഫ്രം ആന്ധ്രാപ്രദേശ്. അപ്പോൾ ആന്ധ്രാപ്രദേശിൽ കാണപ്പെടുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഡ്യുവൽ പർപ്പസ് ബ്രീഡാണ് ഇത് ഓങ്കോൾ. ദ ബ്രീഡ് ഈസ് ഓൾസോ നോൺ ആസ് നെല്ലൂർ. ഈ ബ്രീഡിനെ, അതായത് ഓങ്കോളിനെ നെല്ലൂർ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നാൽ ഏത് ബ്രീഡിനെയാണ് നെല്ലൂർ എന്ന് അറിയപ്പെടുന്നത് ചോദിച്ചാൽ നിങ്ങൾ ഏത് എഴുതും? ഓങ്കോൾ എന്ന് എഴുതണം. അടുത്ത് നോക്കിയേ, ദ ബ്രഹ്മൻ ബുൾ ഇൻ അമേരിക്ക ഈസ് ആൻ ഓഫ് ബ്രീഡ് ഓഫ് ദ ഓങ്കോൾ. നമുക്കറിയാം നോർത്ത് അമേരിക്കയിൽ കാണപ്പെടുന്ന ഒരു സെബുവൻ ബീഫ് ബ്രീഡാണ് ബ്രഹ്മൻ. ആ ബ്രഹ്മൻ്റെ ഡെവലപ്മെൻറ്റിന് പ്രധാന പങ്ക് ആര് വഹിച്ചിട്ടുണ്ട്? ഓങ്കോള് വഹിച്ചിട്ടുണ്ട്. മനസ്സിലായോ? എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഓങ്കോളിൽ നിന്ന് ഏതൊക്കെ പോയിന്റ് ഓർക്കണം എന്ന് നോക്കാം. ഫസ്റ്റ് അതിൻ്റെ ഒറിജിൻ ഓർക്കണം അല്ലേ, എവിടെയാണ്? ആന്ധ്രാപ്രദേശ് അല്ലേ. ഇനി ദ ബ്രീഡ് ഈസ് ഓൾസോ നോൺ ആസ് നെല്ലൂർ അല്ലേ. ഈ ബ്രീഡിനെ നെല്ലൂർ എന്നും അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രഹ്മൻ ബുള്ളിൻ്റെ ഡെവലപ്മെൻറ്റിന് ഒരു പ്രധാന പങ്ക് വഹിച്ച ബ്രീഡാണ് ഏത്? ഓങ്കോൾ. ഇത്രയും കാര്യം നമ്മൾ ഉറപ്പായിട്ടും ഓർത്തിരിക്കണം. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഈ ഭാഗത്തു നിന്നും PSC മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. 2015 PSC ചോദിച്ചതാണ്, ദ ഗൈഡ് സവായ് ചാൽ ഈസ് പെക്യുലിയർ ടു ദ ബ്രീഡ്. ഏതാണ് ഇതിൻ്റെ ആൻസർ? ഏതാണ്? അതെ, ഓപ്ഷൻ ബി ആണല്ലേ, കാംഗ്രസ്. നമ്മൾ പറഞ്ഞു കാംഗ്രസിൻ്റെ നടത്തുന്ന ഒരു പ്രത്യേകതയുണ്ട്, രാജകീയമായിട്ടുള്ള നടത്തമാണ്. അതിനെ 1/4 പേസ് ഓർ സവായ് ചാൽ എന്ന് പറയും, മറന്നു പോകരുത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2015 PSC ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ, ഓൺ സിന്തറ്റിക് ബ്രീഡ് ഓഫ് കാറ്റിൽ. ഏതാണ് സിന്തറ്റിക് ബ്രീഡ്? മറക്കരുതെന്ന് പറഞ്ഞതാണ്. ഏതാണ്? നമ്മൾ താർപ്പാക്കർ പഠിച്ചപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ്? അതെ, ഓപ്ഷൻ ഡി അല്ലേ, കരൺ ഫ്രീസ്. അപ്പോൾ ഈ കരൺ ഫ്രീസ് ഏതൊക്കെ ബ്രീഡിൻ്റെ ക്രോസിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്? ഒന്ന് താർപ്പാക്കറും അതുപോലെ തന്നെ ഹോൾഷ്യൻ ഫ്രീഷ്യനും കൂടെ ക്രോസ് ചെയ്തിട്ടാണ് സിന്തറ്റിക് ബ്രീഡായിട്ടുള്ള കരൺ ഫ്രീസിനെ ഡെവലപ്പ് ചെയ്ത് എടുത്തത്. മനസ്സിലായോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2015 PSC ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ, ലെയർ ഹോൺ ഗ്രേ കാറ്റിൽ ഗ്രൂപ്പ് ഈസ്. ഏതാണ്? നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രീഡ് പഠിച്ചപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞു, ഹോൺസ് ആർ തിക്ക് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്കലി ലെയർ, ക്രൗൺ ആൻഡ് ക്രസൻ ഷേപ്ഡ് എന്ന് പറഞ്ഞു. ഏത് കാറ്റിലാണ്? ഏത് കാറ്റിൽ ബ്രീഡാണ്? അതെ, ഓപ്ഷൻ എ കാംഗ്രസ് ആൻഡ് താർപ്പാക്കർ. മനസ്സിലായോ?
ഓക്കെ, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 2 പുതിയ ബ്രീഡിൻ്റെ പേരുകൾ പറയുന്നുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? രതി, അതുപോലെ തന്നെ നിമാരി അല്ലേ. ഇത് നമ്മുടെ PSC കൊടുത്തിരിക്കുന്ന ഓപ്ഷനാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം എന്നറിയോ, ഇനിയൊരു ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനായിട്ട് വന്നുകൂടാന്നില്ല. അതുകൊണ്ട് ഈ ബ്രീഡുകളുടെ ബേസിക് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഫസ്റ്റ് ബ്രീഡ് ഏതാണ്? രതി അല്ലേ. രതി എന്ന് പറയുന്ന ഒരു ഡയറി കാറ്റിലാണ്. ഇത് ഒറിജിൻ എവിടെയാണ് ചെയ്തിരിക്കുന്നത്? രാജസ്ഥാനിലാണ്. ഓക്കെ, ഇത് പ്രിൻസിപ്പലി ഈ ബ്രീഡ് കാണപ്പെടുന്നത് താർ ഡെസേർട്ട് ഇൻ ബീക്കാനേർ, ഗംഗാനഗർ, അതുപോലെ തന്നെ ജസൽമീർ ഡിസ്ട്രിക്റ്റിലാണ് ഈ ബ്രീഡ് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. മനസ്സിലായോ? ഇനി നമ്മൾ രണ്ടാമത്തെ ബ്രീഡ് ഏതാ പറഞ്ഞത്? ഏതാണ്? നിമാരി അല്ലേ. നിമാരി എന്ന് പറയുന്നത് ഒരു ഡ്രോഡ് ബ്രീഡാണ്. ഇത് മധ്യപ്രദേശിൽ നർമ്മദ വാലിയിൽ കാണപ്പെടുന്നു. ഓക്കെ, മനസ്സിലായോ? ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2024 PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, നെയിം ദ കാറ്റിൽ ബ്രീഡ് വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് വൈറ്റ് സിന്ധി. ഏതാണ് വൈറ്റ് സിന്ധി എന്ന് അറിയപ്പെടുന്ന ബ്രീഡ്? നമ്മളവിടെ പറഞ്ഞതാണല്ലേ. അതെ, ഓപ്ഷൻ എ താർപ്പാക്കർ അല്ലേ. ആ താർപ്പാക്കറിനെ വൈറ്റ് സിന്ധി എന്നും അതുപോലെ തന്നെ ഗ്രേ സിന്ധി എന്നും അറിയപ്പെടുന്നുണ്ട്. മറന്നു പോകരുത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ്റെയും ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു പുതിയ ബ്രീഡിൻ്റെ പേര് പറയുന്നുണ്ട് അല്ലേ. ഏതാണ്? കൃഷ്ണവേലി അല്ലേ. കൃഷ്ണവേലി എന്ന് പറയുന്ന ഒരു ഡ്രോഡ് ബ്രീഡാണ്. മനസ്സിലായോ? ഇതിൻ്റെ ഒറിജിൻ വന്നിട്ട് ദ ബ്ലാക്ക് സോയിൽ റീജിയൻ ഓഫ് കർണാടക. എവിടെയാണ് ഒറിജിൻ? ബ്ലാക്ക് സോയിൽ റീജിയൻ ഓഫ് കർണാടക. ഈ കൃഷ്ണവേലി എന്ന് പറയുന്ന ബ്രീഡ് എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? നമ്മൾ ഗുജറാത്തിലുള്ള ഗീറും കാംഗ്രജും ആന്ധ്രാപ്രദേശിലെ ഓങ്കോളും മറ്റ് ലോക്കൽ കാറ്റിലുമായിട്ട് ക്രോസ് ചെയ്തിട്ടാണ് കൃഷ്ണവേലി എന്ന് പറയുന്ന ഡ്രോട്ട് ബ്രീഡ് ഡെവലപ്പ് ചെയ്തെടുത്തത്. മനസ്സിലായോ? ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 എക്സാം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ വ്യക്തികളിലും എത്താൻ വേണ്ടിയിട്ട് മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.